നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനേ ഇതേ ചിക്കൻ ഇതുപോലൊരു പ്രാവശ്യം തയ്യാറാക്കി നോക്കിയോളൂ കേട്ടോ. പിന്നെ വീട്ടിൽ നിങ്ങളത് പതിവാക്കിയോളും. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. കാഷ്യൂ നട്ടും അതുപോലെ തന്നെ വറ്റൽമുളകും നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 3 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നമ്മളതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അത് മാറ്റി വയ്ക്കാം. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചിക്കന് നല്ല പെർഫെക്റ്റ് കളറും പെർഫെക്റ്റ് സ്മെല്ലും പെർഫെക്റ്റ് ടേസ്റ്റും കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തെടുത്തതിന് ശേഷം അല്പം വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്ന ചിക്കൻ കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാം. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരച്ച പേസ്റ്റും ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് 15 മിനിറ്റ് അടച്ചു വേവിക്കുക. അവസാനം കസൂരി മേത്തിയും മല്ലിയിലയും ചേർത്ത് വിളമ്പാം. ഈസ്റ്റേൺ മസാല ഉപയോഗിച്ചുകൊണ്ടേ നല്ല പെർഫെക്റ്റ് കളറും പെർഫെക്റ്റ് സ്മെല്ലും പെർഫെക്റ്റ് ടേസ്റ്റും. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ.